വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം ഔദ്യോഗികമായിട്ട് വന്നാൽ മാത്രമാണ് നമുക്കതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി ഔദ്യോഗികമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ് തലത്തിൽ അത് സംബന്ധിച്ച ചർച്ചകളോ നടപടിക്രമങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം പോലും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മളതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. സർക്കാർ, ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നടപടികളോ ഒരു ആലോചനയോ അതിനെ സംബന്ധിച്ച് ഒരു ചർച്ചയോ ഒന്നും സർക്കാർ തലത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു വിഷയം വിമാനത്താവളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഷയം ഔദ്യോഗികമായിട്ട് വന്നാൽ മാത്രമാണ് നമുക്കതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടി ഔദ്യോഗികമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് സംബന്ധിച്ച് സ്ഥലം MLA അല്ലെങ്കിൽ ഇവിടുന്ന് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ആരും തന്നെ അങ്ങനെ ഒരു പ്രപ്പോസൽ പോലും നമ്മുടെ അടുത്ത് നിലവിലെത്തിയിട്ടില്ല. അങ്ങനെ ഒരു ചർച്ചയുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് മറ്റു കൂടുതൽ പ്രതികരണങ്ങൾക്ക് പ്രസക്തിയില്ല. അല്ല, ഇപ്പോൾ ആരെങ്കിലും ഇത്രയും കിടക്കുന്ന ഒരു സ്ഥലത്തൊരു ഡ്രോൺ പറത്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ആ രീതിയിൽ കാണുന്നത്, അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിയാതെ ഞാൻ പ്രതികരിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നിലവിൽ അങ്ങനെ ഒരു പ്രപ്പോസൽ ഇല്ല, അങ്ങനെ ഒരു പ്ലാനില്ല, ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ വായിക്കേണ്ട കാര്യവുമില്ല. പല ചുമതലകളിലെ ഈ SFIക്കാരെ നിയമിക്കുന്നു, BJPക്കാർ വരുന്നു. ഈ ഗവൺമെന്റിൽ ഈ പാർട്ടി അറിയാതെ ഈ നിയമനമൊക്കെ നടത്തുന്നതാരാണ്? അല്ല, അങ്ങനെ നമ്മളിപ്പോൾ വക്കീലന്മാരെന്ന് പറയുമ്പോൾ വക്കീലന്മാർ പലതരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടാവും. അതിനകത്ത് പിന്നെ മുൻകാലങ്ങളിൽ പല പശ്ചാത്തലവുമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. നമുക്കത് കൃത്യമായിട്ട് പാർട്ടി ആലോചിച്ച് അതിനകത്ത് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇനി എന്തെങ്കിലും തരത്തിൽ അതിനകത്ത് അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താനും സർക്കാർ തയ്യാറാണല്ലോ. നമുക്ക് എല്ലാവരും എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പോരായ്മകളോ അല്ലെങ്കിൽ പരാതികളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് അതിനകത്ത് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. നമ്മളാരും ഒരു കുറ്റവും കുറവില്ലാത്ത ആളുകളൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ട് ചിലപ്പം എന്തെങ്കിലും തരത്തിലുള്ള നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് ലീഡറെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. ഗവൺമെൻറ് അതിനകത്ത് തിരുത്തൽ നടപടി സ്വീകരിച്ചു. അപ്പോൾ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്നാൽ ഗവൺമെൻറ്റിന് അതിനകത്ത് മുൻവിധികളൊന്നുമില്ല. ഗവൺമെൻറ് അതിനകത്ത് ആവശ്യമായ തിരുത്തലുകൾ സ്വീകരിക്കും. അല്ല, ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുന്നത് പാർട്ടിയുമായിട്ടുള്ള കോർഡിനേഷനിൽ തന്നെയാണ്. ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് തന്നെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ക്യാബിനറ്റിലുള്ള വ്യക്തിയുമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു ഗവൺമെൻറ് വന്നു, അധികാരത്തിൽ വന്നു, ഏതാനും നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള കോർഡിനേഷൻ കൃത്യമായിട്ട് ഉണ്ടാവേണ്ടത് തന്നെയാണ്. അതിനകത്തും എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം പാർട്ടിയും സർക്കാരുമായിട്ട് കൃത്യമായ കോർഡിനേഷൻ ഉണ്ടാവണം. പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മാത്രവുമല്ല, പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്ന നയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും മുന്നോട്ട് പ്രവർത്തിക്കേണ്ടതും. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള കോർഡിനേഷനും സംവിധാനങ്ങളും ഒക്കെ വരും ദിവസങ്ങളിലുണ്ടാവും. നിങ്ങളല്ല വാർത്ത കൊടുത്തത്, ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ എതിർപ്പുണ്ടെന്ന് നിങ്ങൾ വാർത്ത കൊടുത്തിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? അല്ല, അത് PMCയെ സംബന്ധിച്ച് സബ് കമ്മിറ്റി ഉണ്ട്. ഞാൻ സബ് കമ്മിറ്റിയിൽ അംഗമാണ്. അത് സബ് കമ്മിറ്റി ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. ഞങ്ങൾ 4 പേരിൽ നിന്ന് നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ഞാൻ എതിർപ്പാവോ? ഇല്ലല്ലോ. ഞാൻ അറിഞ്ഞിട്ടില്ല എതിർപ്പിൻ്റെ കാര്യം.